ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ മാസ് വേൾഡിന്റെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ലെനോവോന്റെ തിങ്ക്പാഡ് ലാപ്ടോപ്പിനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലും കുറച്ചും കൂടി നല്ല അടിപൊളി മോഡലായിട്ടുള്ള തിങ്ക്പാഡിന്റെ T14S എന്ന പുതിയ മോഡലാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പ് നമുക്ക് കാണാം. ഇതാണ് നമ്മളെ ലാപ്ടോപ്പിന്റെ ബോക്സ് വരുന്നത്. T14S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിം ആണ്, എസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കാർട്ടൂൺ സ്ലിം ആയിട്ട് തന്നെ ചെറിയ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. നമുക്ക് E16 നമ്മൾ കണ്ടിട്ടുണ്ട്. E16ഉം E14 ഒക്കെ ഒരു സൈസ് കുറച്ച് കൂടിയ കാർട്ടൂണാണ്. കാരണം അതിൻ്റെ കൂടെ ബാഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ബാഗൊന്നും വരുന്നില്ല, പക്ഷെ അതിനെക്കാട്ടിയും റേറ്റും അതുപോലെ തന്നെ ക്വാളിറ്റി എല്ലാം കൂടിയൊരു മോഡലാണ് ഈ T സീരീസ് 14 ഇഞ്ച്. ഇതൊരു 14 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷന് E16 ഞാൻ മുമ്പ് ചെയ്ത വീഡിയോൻ്റെ ലാപ്ടോപ്പിനെക്കാട്ടിയും കുറച്ചും കൂടി അടിപൊളി സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ള ലാപ്ടോപ്പാണ്. എന്തായാലും നമുക്ക് സീൽഡ് ബോക്സ് ആണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങളല്ല, ചെറിയൊരു റിവ്യൂ ഞാൻ ചെയ്യാണ്. ഓക്കെ, ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എന്തൊക്കെയാണ് ബോക്സിനകത്ത് വരുന്നത് എന്നുള്ളത്. മുമ്പ് വന്നിരുന്ന പോലെ തന്നെ ഒരു കാർട്ടൂൺ വരുന്നുണ്ട്. കാർട്ടൂണിനകത്ത് അഡാപ്റ്ററും പവർ കേബിള്, ഒരു 65 വാട്ടിൻ്റെ ടൈപ്പ് സി അഡാപ്റ്റർ. റെഗുലറായിട്ട് നോർമലായിട്ട് തിങ്ക്പാഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ചാർജറാണ് ഈ 65 വാട്ടിൻ്റെ ടൈപ്പ് സി അഡാപ്റ്റർ. അത് തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. അതാണ് നമ്മളെ ലാപ്ടോപ്പ്. വേറെ ഒന്നും കാർട്ടൂണകത്തില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാവ്, വാട്ട് എ ഫണ്ടാസ്റ്റിക്, നല്ല അടിപൊളി ലാപ്ടോപ്പ് ആട്ടോ. നല്ല അടിപൊളി മോഡലാണ് T14S എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും T14S എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ തിങ്ക്പാഡിൻ്റെ ഒരു ബാഡ്ജിങ്, ഇവിടെ ലെനോവോൻ്റെ ഒരു ബാഡ്ജിങ്. എന്തായാലും അടിപൊളി ബിൽഡ് ക്വാളിറ്റി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ തിങ്ക്പാഡിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു ഫിനിഷിങ്, മാറ്റ് ഫിനിഷിംഗ് ആണ്. ഫുള്ള് കംപ്ലീറ്റ്ലി മാറ്റ് ഫിനിഷിംഗ് ആണ് ഇതിൻ്റെ ബോഡി വരുന്നത്. മുമ്പത്തെ മോഡൽ പോലല്ല, ഒരു പക്ക ഒരു ബ്ലാക്ക് ആയിട്ട് നല്ല അടിപൊളി മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത്. മോഡൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പത്തെ തിങ്ക്പാഡിൽ E16 വന്നിട്ടുള്ളത് വേറൊരു കട്ടിങ്ങിലാണ്. ഇതുപോലെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ല മുമ്പത്തെ മോഡൽസിലൊന്നും. ഇതിൽ പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു അത്യാവശ്യം ഫിനിഷിങ്ങും നല്ല വെയ്റ്റ്ലെസ്സും, അത്യാവശ്യം മറ്റേതിൻ്റെ അത്ര വെയിറ്റ് ഒന്നും വരുന്നില്ല. ഇതിൻ്റെ ബോഡി സെയിം ബോഡി തന്നെയാണ് വരുന്നത്, അലുമിനിയം ബോഡിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സ്ലോട്ടുകൾ വരുന്നത് 2 USB ഇവിടെ വരുന്നുണ്ട്. 2 USB സ്ലോട്ട് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്ന് 5 GB ഒരു USB 10 GB സപ്പോർട്ടഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കാർ റീഡറാണ്. കാർ റീഡർ സപ്പോർട്ട് ചെയ്യുന്ന സ്ലോട്ടാണിത്. പിന്നെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് സി പോർട്ട് ഉണ്ട്. ഒരു ടൈപ്പ് സി പോർട്ട് ചാർജിങ്ങിനും, അതുപോലെ തന്നെ ഒരു HDMI, ഒരു ഓഡിയോ ജാക്ക് 3.5mm ഓഡിയോ ജാക്കും, ഒരു സിം ഇടാനുള്ള ഒരു സ്ലോട്ടും ഓപ്ഷണലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ടൈപ്പ് സി ഞാൻ മുമ്പ് പറഞ്ഞു. ഒരു ടൈപ്പ് സി ഡാറ്റക്കും ഒരു ടൈപ്പ് സി ചാർജിങ്ങിനുമാണ്. അപ്പോൾ ഇത്രയാണ് ഈ സൈഡിൽ വരുന്നത്. ബിൽഡ് ക്വാളിറ്റി ഒന്നും നല്ല കുഴപ്പമില്ല, അടിപൊളി ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം. പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വരുന്നത് DDR5 32 GB ആണ് ഇതിൽ വരുന്നത്. 5600 32 GB റാമാണ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1 TB SSDയും കൊടുത്തിട്ടുണ്ട്. 2280 1 TB SSDയും ഇൻബിൽട്ട് ആയിട്ട് കമ്പനി ഇൻക്ലൂഡിങ് വരുന്ന സ്പെസിഫിക്കേഷനാണിത്. പിന്നെ Windows 11 Pro ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റിക്കർ ഇതിൽ ബാക്ക് സൈഡിൽ കാണാൻ പറ്റും. വിൻഡോസിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെ തിങ്ക്പാഡ് T14S എന്നാണ്. ഈ S കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ സ്ലിം ആണ്. ഇത് S ഇല്ലാത്ത മോഡലും ഉണ്ട്, അത് ഇത്ര സ്ലിം ആവില്ല. പക്ഷെ ഇതാണ് കുറച്ചും കൂടി വെയ്റ്റ്ലെസ്സും കാണാൻ കുറച്ച് ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡൽ ഇതാണ്. അപ്പം എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാര്യം. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 14 ഇഞ്ച് സൈസാണ്. WXQVGA എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഫുൾ HD കുറച്ചും കൂടി ഹയർ ആയിട്ടുള്ള മോഡലാണ് ഡിസ്പ്ലേ വന്നിട്ടുള്ളത്. ഇതേ ഡിസ്പ്ലേ തന്നെയാണ് മുമ്പത്തെ മോഡലും ഉണ്ടായിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അതുപോലെ 400 നൈറ്റ്സിൻ്റെ 60 Hz ആണ് ഡിസ്പ്ലേയിലുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലാരിറ്റി ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇത് നമ്മളെന്തായാലും ഓപ്പൺ ആക്കിയിട്ട് നോക്കും. കാരണം ഓൾറെഡി ഇതിൽ വിൻഡോസ് വരുന്നുണ്ട്. നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് നോക്കുന്നതാണ്. 5MB RGB+ IR വരുന്ന ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. +2 മൈക്രോഫോണും കൊടുത്തിട്ടുണ്ട്.
അതിൻ്റെ കൂടെ ഒരു പ്രൈവസി ഷട്ടറും ഉണ്ട്. ഇത് സെയിം തിങ്ക് പാഡിൻ്റെ മറ്റേ E16 അതേപോലെ തന്നെ സിസ്റ്റം. ഓപ്പൺ ചെയ്യണമെങ്കിൽ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. കീബോർഡൊക്കെ പഴയ ഒരു സിസ്റ്റം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം നല്ല കാണാനൊക്കെ ലുക്കുണ്ട്. 14 ഇഞ്ച് സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ന്യൂമറിക്കൽ കീബോർഡ് ഉണ്ടാവില്ല, നമ്പർ പാഡ് ഉണ്ടാവില്ല. 14 ഇഞ്ചിനൊന്നും നമ്പർ പാഡ് ഈ സൈഡിൽ വരാറില്ല. പിന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, പവർ ബട്ടൺ വിത്ത് നമ്മളെ എന്താ പറയുക ഫിംഗറാണ് ഈ കൊടുത്തിട്ടുള്ളത്. പവർ ബട്ടൺ വിത്ത് ഫിംഗറാണ് ഈ വരുന്നത്. 2 സൈഡിലായിട്ട് സ്പീക്കേഴ്സ് ഉണ്ട്. സ്പീക്കേഴ്സ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഡോൾബി അഡ്മോസിൻ്റെ സപ്പോർട്ടറായിട്ടുള്ള ഓഡിയോ സപ്പോർട്ടറായിട്ടുള്ള സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൽ കൊടുത്തിട്ടുള്ള അർമാൻ്റെ സപ്പോർട്ടറായിരുന്നു. പിന്നെ അതേപോലെ ഇപ്പുറത്തെ തിങ്ക് പാഡിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ടാവും. ഇപ്പുറത്തെ ഇൻ്റൽ ഐറിക്സ് ഗ്രാഫിക്സിൻ്റെ നമ്മളെ ഒരു ബാഡ്ജിങ്ങും അതേപോലെ അൾട്രാ 7ൻ്റെ ഒരു ബാഡ്ജിങ്ങും. ഇത് അൾട്രാ 7 ആണ് പ്രൊസസ്സർ വരുന്നത്. E16 കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിഫറെൻ്റ് ഈ മോഡൽസിലുണ്ട്. ലുക്കും അതുപോലെ തന്നെ നമ്മളെ മാറ്റ് ഫിനിഷിങ്ങിൽ നമ്മൾ E60 നമ്മൾ ശ്രദ്ധിച്ചിരുന്നു, ചെറുതായിട്ട് ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പതിയും. ഇതിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് അതിനെക്കാട്ടിയും സ്ലിമ്മും ആണ്, അതേപോലെ വെയ്റ്റ്ലെസ്സും ആണ്. വെയ്റ്റും മാത്രമല്ല സ്ലിമ്മും ആണ്. മോഡൽ അതുപോലെ തന്നെയാണ്. പ്രൈസിങ്ങും കുറച്ച് കൂടുതലാണ്. വേറെ കാര്യപ്പെട്ട ഡിഫറൻറ്റുകളും ഒന്നും ഇതിലില്ല. എന്തായാലും ഫോൾഡിങ് വരുന്നത് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ തന്നെ സ്ട്രൈറ്റ് ഫോൾഡിങ് വരുന്നുണ്ട്. ഫോൾഡിങ് ആയിട്ടല്ല, സ്ട്രൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് തിങ്ക് പാഡിൻ്റെ എല്ലാ മോഡൽസിലും വരുന്നൊരു പ്രത്യേകതയാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇഞ്ചസിന് അത്യാവശ്യം കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യും. കാരണം ഇതിൻ്റെ ഇഞ്ചസ് അങ്ങനെയാണ് കമ്പനി പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് വിൻഡോസ് ഉള്ളതാണ് ഓൾറെഡി. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. 1 TB ഹാർഡ് ഡിസ്കും 1 TB SSD M.2 2280 എന്ന് പറഞ്ഞ ഹാർഡ് ഡിസ്കും അതേപോലെ DDR5 5600 സ്പീഡ് വരുന്ന 32 GB റാമുമാണ് ഇതിൽ ഇൻബിൽട്ടായിട്ട് കമ്പനി വരുന്നത്. അതുപോലെ വിൻഡോസ് 11 Pro ഒറിജിനലും വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷന്. മാനുവലായിട്ട് നോക്കുന്ന കാര്യങ്ങളാണിത്. കൂടുതലായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഓൺ ആക്കിയിട്ട് നോക്കാം. വിൻഡോസ് ചെറുതായിട്ട് സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണ്ടാവും. കാരണം ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഓപ്പൺ ചെയ്യണം, ഇപ്പോൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്തായാലും സെറ്റപ്പ് ചെയ്ത് കൊടുക്കണ്ടാവും. ആ സെറ്റപ്പ് ചെയ്യുന്ന വീഡിയോസ് നമുക്ക് കാണാം. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പവർ ബട്ടൺ ഈ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഉണ്ട്. ഇത് ഓൺ ആക്കിയാൽ ഒരു ലൈറ്റ് കത്തും. നമ്മുടെ ലാപ്ടോപ്പ് ഇതാ ഓണായിട്ടുണ്ട്. ഓണായി വന്നാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ സെറ്റപ്പാണ്. ആ സെറ്റപ്പ് ഇത് ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് ആയതുകൊണ്ട് തന്നെ പുതിയ ലാപ്ടോപ്പുകളിലെല്ലാം സെറ്റപ്പ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ചോദിക്കുന്നതാണ്. നമ്മൾ ഓരോ സെറ്റപ്പ് ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഓരോ സെറ്റപ്പുകൾ ഇങ്ങനെ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ലാസ്റ്റ് വന്ന് നിൽക്കൽ. അപ്പോൾ ഈ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വേണ്ടവർക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് വിത്തൗട്ട് മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എടുക്കാനുള്ളൊരു വഴിയാണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് എടുക്കണമെന്നില്ല. അപ്പോൾ ഞാനിത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് ഞാനിത് ഇനി ലാസ്റ്റ് സെറ്റപ്പിൽ എത്തൽ വിത്തൗട്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് ചോദിക്കും. അപ്പോൾ ഞാനത് ഒഴിവാക്കിയിട്ട് ചെയ്യാനുള്ളൊരു വഴിയാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സെറ്റപ്പ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്താലേ ഇത് ഓണായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ അക്കൗണ്ട് നമുക്ക് ഇതിൽ നിർബന്ധമായിട്ടും ചോദിക്കും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കണ്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇത് മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ മേലെ കാണാൻ പറ്റും. അങ്ങനെ വേണ്ടവർക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടാലറിയാം നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഒരു അക്കൗണ്ട് ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ സെറ്റപ്പ് കംപ്ലീറ്റ് ഫിനിഷായി ലാസ്റ്റിൽ എത്തുമ്പോഴാണ് ഇവർ ഈ മൈക്രോസോഫ്റ്റിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കൽ. അങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ വേറെ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ലാസ്റ്റ് വന്നിട്ട് നിൽക്കൽ. നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നേരെ ഒന്നും കൂടി ബാക്കിലോട്ട് വരിക. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഷിഫ്റ്റ് F10 പ്രസ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ CMD ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ആ CMD ഫയൽ നമ്മൾ ncpa.cpl എന്ന് അടിച്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വൈഫൈ അത് ഡിസേബിൾ ചെയ്യുക. പോയിട്ട് വൈഫൈ നെറ്റ്വർക്കൊക്കെ ഒന്ന് ഡിസേബിൾ ചെയ്തിട്ട് നേരെ അടുത്ത ഇതിൽ നമ്മൾ കുറച്ച് അടിച്ചു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനായിട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഈ അടിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും.
അപ്പോൾ അതൊക്കെ എല്ലാം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ ഇത് സെറ്റപ്പ് പിന്നെ ചെയ്യാൻ വരുന്നത്. പിന്നെയും റീസ്റ്റാർട്ടായിട്ടാണ് സിസ്റ്റം വരൽ. റീസ്റ്റാർട്ടായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്ത അതേ സെറ്റപ്പിൽ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ കൊടുത്തത് അതുപോലെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി കൊടുത്തിട്ട് വീണ്ടും സെറ്റപ്പ് ചെയ്യേണ്ടതാണ്. വീണ്ടും ഇതുപോലെ എല്ലാ സെറ്റപ്പുകളും ചെയ്തതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വൈഫൈ ഡിസേബിൾ ആക്കി ഇട്ടതാണ്. അപ്പോൾ ഞാനത് ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ സെറ്റപ്പുകൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഞാൻ ആ വൈഫൈൻ്റെ കാണിക്കും. ഇപ്പോൾ നമുക്ക് വൈഫൈ കണ്ടില്ല, ഓണാക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ വൈഫൈ ഡിസേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഇനേബിൾ ആക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിത് സ്കിപ്പ് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ഓണായി വന്നതിൻ്റെ ശേഷം. അപ്പോൾ സിസ്റ്റത്തിൻ്റെ യൂസർ നെയിമൊക്കെ അടിച്ച് ഞാനിതാ ലാസ്റ്റ് ഫിനിഷിങ് സെറ്റപ്പിലാണ്. ഈ സെറ്റപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഓണായിട്ട് വിൻഡോസിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വിൻഡോസ് സെറ്റപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിസ്റ്റം ഏകദേശം ഓണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വിൻഡോസിൽ ഓണായി വന്നാൽ കാണാൻ സാധിക്കും ഇതിലൊന്നും ഡെസ്ക്ടോപ്പ് ഐക്കണുകൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഐക്കണുകൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണലൈസേഷനിൽ പോയിട്ട് തീംസിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ഐക്കൺ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ഐക്കണുകളാണ് നമുക്ക് ഡെസ്ക്ടോപ്പിൽ വേണ്ടത് എന്ന് അതിൽ കാണിക്കും. അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ ആ ഐക്കണുകൾ ഡെസ്ക്ടോപ്പിൽ വരും. പിന്നെ അടുത്ത കാര്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുള്ളത്, ജസ്റ്റ് നമുക്കൊന്ന് നമ്മളെ പ്രോപ്പർട്ടീസിൽ കയറിയിട്ട് നമ്മളെ സിസ്റ്റത്തിൻ്റെ റാം, നമ്മളെ പ്രോസസ്സറിൻ്റെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളെ സിസ്റ്റത്തിൻ്റെ സ്പീഡ്, എന്താ പറയുക, റാം കാര്യങ്ങളൊക്കെ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റായിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യമാണ് വൈഫൈ ഒന്ന് എനേബിൾ ആക്കണം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നെറ്റ്വർക്ക് ഐക്കണിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തൊരു പ്രോപ്പർട്ടീസ് ഓൺ ആക്കിയിട്ട് അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും ചേഞ്ച് അഡാപ്റ്റർ സെറ്റിംഗ്. അത് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വൈഫൈൻ്റെ ഇത് വരും. അതിൽ വൈഫൈൻ്റെ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എനേബിൾ ആക്കുക. ഡിസേബിൾ ഉള്ളത് എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വൈഫൈ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വൈഫൈ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ചെയ്ത കാര്യം ഞാനൊരു സിമ്പിളായിട്ട് ചെയ്തേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഫുള്ള് സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ കണ്ട് പുതിയൊരു ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പ് ആകുമ്പോൾ വിൻഡോസ് സെറ്റപ്പ് ചെയ്യുന്ന ചെറിയൊരു രീതിയാണത്. അത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റി കണ്ടില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. ഞാൻ എൻ്റെ ഈ മൈക്കിലൂടെ ഈ സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവും എന്ന് എനിക്കറിയില്ല. അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മളിപ്പോൾ യൂട്യൂബിലൊരു വീഡിയോ ഇട്ടതാണ്. ഇത് വീഡിയോയിലും എത്രത്തോളം ക്ലിയർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ്. അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള, സൈഡിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്ട്രൈറ്റും വെയിറ്റും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത് കമ്പനി. അപ്പോൾ ഈ വീഡിയോൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഈ സൗണ്ട് എത്രത്തോളം നമ്മളെ മൈക്കിൽ ക്ലിയർ ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉള്ള സൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അൾട്രാ 7 155U എന്ന പ്രൊസറാണ് ഇതിൽ വരുന്നത്. അൾട്രാ 7 ആണ്. പിന്നെ അതുപോലെ തന്നെ 1 TB SSDയും 32 GB റാമും ഇംപ്ലിമെൻ്റ് ആയിട്ട് കമ്പനി വരുന്നുണ്ട്. വിൻഡോസ് 11 പ്രൊഫഷണൽ ആയിട്ട് ഇതിൽ ഇൻക്ലൂഡിങ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട് ബിൽട്ടൺ ആയിട്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ കൊടുത്ത വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട് വിൻഡോസ് സെറ്റപ്പ് ചെയ്യണത്. അത് ബിൽട്ടൺ ആയിട്ട് വിൻഡോസ് വരുന്ന ലാപ്ടോപ്പുകളിൽ ചെയ്യുന്ന രീതിയാണത്. ഇപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന എല്ലാ ലാപ്ടോപ്പുകളിലും ചെയ്യേണ്ട ഒരു രീതിയാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്, ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അപ്പം അതൊക്കെ ചെയ്ത് സെറ്റപ്പൊക്കെ ചെയ്ത് ഫുള്ള് ഫിനിഷ് ആയിട്ടുള്ള ലാപ്ടോപ്പിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണിത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പ്രൈസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പ്രൈസ് 7350 റിയാലാണ്, സൗദി റിയാൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ്. ഇതിൻ്റെ മുമ്പത്തെ ഞാൻ കാണിച്ച വീഡിയോയിലുള്ള E16ൻ്റെ പ്രൈസ് 3750 റിയാൽ സംതിങ് ഉണ്ടായിരുന്നുള്ളൂ. തിങ്ക് പാഡിൽ വരുന്നത് E സീരീസും അതുപോലെ L സീരീസും T സീരീസും. ഇതിനെക്കാട്ടിയും പ്രൈസ് കൂടിയ മോഡലാണ് L സീരീസ്. ഇതിൽ ഏറ്റവും കുറഞ്ഞ മോഡലാണ് E സീരീസ്. അപ്പോൾ ഈ സീരീസിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. T സീരീസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബിസിനസ് യൂസിനൊക്കെ നല്ല അടിപൊളി ലാപ്ടോപ്പാണ് ഈ കാണുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രൈസും ഇതിനുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ നോർമലി ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമുക്ക് ഒരു വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ലാപ്ടോപ്പാണോ എന്നുള്ള ചോദ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ലാപ്ടോപ്പ് തന്നെയാണ്. നല്ല അടിപൊളി സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ലാപ്ടോപ്പാണ്. പിന്നെ
ഗെയിമിങ്ങിനും നോർമലായിട്ടുള്ള ഞാൻ പറഞ്ഞു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗെയിമിങ് പർപ്പസ് ചെയ്ത് യൂസ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ലാപ്ടോപ്പുകൾ ഗെയിമിങ്ങിനായിട്ട് വരുന്നതുണ്ട്. ഇതും ഗെയിമിങ്ങിന് സാധ്യമാണ്, പക്ഷേ ഈ ഒരു പരിധി ഉണ്ട്. അപ്പോൾ ഗെയിമിങ്ങിനായിട്ട് വരുന്ന ലാപ്ടോപ്പുകൾ ചിലപ്പം ഇത്രയും കോസ്റ്റ് ഉണ്ടാവില്ല. ചില ലാപ്ടോപ്പുകളൊക്കെ എനിക്ക് തോന്നുന്ന 5000 റിയാൽ അല്ലെങ്കിൽ 6000 റിയാലിനൊക്കെ കിട്ടുന്ന ലാപ്ടോപ്പുകൾ ഡെല്ലിലും ലെനോവിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അടിപൊളി ബിസിനസ് യൂസ് ലാപ്ടോപ്പാണ്. അപ്പോൾ എന്തായാലും വേറെ കാര്യങ്ങളും പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാൻ ഇതിലില്ല. സൗണ്ട് കാര്യങ്ങൾ, അതുപോലെ ബിൽഡ് ക്വാളിറ്റി, വെയിറ്റ് കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായി നല്ല ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാനൊക്കെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാനും എല്ലാത്തിനും അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള കംഫർട്ടായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു മോഡലാണ് ഈ ലാപ്ടോപ്പ്. അത് ആ ഒരു 14 ഇഞ്ച് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആവറേജ് ഒരു മാനുവൽ സൈസാണ്. നമുക്ക് നോർമലായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്ത് കൊണ്ടു നടക്കാനും എല്ലാത്തിനും പറ്റിയൊരു മോഡലാണ്. വെയിറ്റും അധികമില്ല. അപ്പം എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ലാപ്ടോപ്പിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂടുതലായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരാൾക്കുള്ള സംശയങ്ങൾ തീർക്കാനുള്ള റിവ്യൂ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടിരിക്കണേ എന്നുണ്ടെങ്കിലും ഈ വീഡിയോക്ക് നമുക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ നമ്മളെ ചാനലായ മാസ് വേൾഡിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമ്മളെ കൂടെ നിൽക്കുക. ഇതുപോലുള്ള വീഡിയോകൾ ഞാൻ ഇനിയും ഇടും. അപ്പം അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ.